ഹലോ ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഷോമി 17 Pro Max എന്ന ഫോണിനെ കുറിച്ചിട്ടാണ്. ഫോണിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഫോൺ റിലീസ് ചെയ്തിട്ടുള്ളത് 2025 സെപ്റ്റംബർ 25 ഫോണിന്റെ വെയിറ്റ് വരുന്നത് 219 ഗ്രാം ആണ്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 8 mm തിക്നെസ് ആണ് ഫോണിന് വരുന്നത്. ഫോണിന്റെ സ്റ്റോറേജ് നോക്കുമ്പോൾ 512 GB 1 TB സ്റ്റോറേജിനും ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് 6.9 ഇഞ്ച് സൈസ് ആണ് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ 50 MB ക്യാമറയാണ് വരുന്നത്. 8K വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റു ഫോണിന്റെ റാം ചിപ്സെറ്റ് നോക്കുന്ന സമയത്ത് 12 GB റാമിലും 16 GB റാമിലും ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. ഫോണിന്റെ ചിപ്സെറ്റ് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite ജനറേഷൻ 5 ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. മറ്റു ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ബാറ്ററി കപ്പാസിറ്റി 7500 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിലുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിലുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2025 സെപ്റ്റംബർ 25 ഇറങ്ങിയിട്ടുള്ളത്. ഫോണിന്റെ ബോഡിയുടെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഫോണിന്റെ വെയിറ്റ് വരുന്നത് 219 ഗ്രാം ആണ് വരുന്നത്. അതുപോലെ തന്നെ 8 mm തിക്നെസ്സിലാണ് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഫോണിന് അലുമിനിയം ഫ്രെയിം ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ സിം കാർഡിന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് 2 നാനോ സിം ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. മറ്റു ഡിസ്പ്ലേയുടെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോണിന്റെ ഡിസ്പ്ലേ സൈസിലോട്ട് വരുന്ന സമയത്ത് 6.9 ഇഞ്ച് സൈസ് ആണ് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഉള്ളത്. ഡിസ്പ്ലേയുടെ റെസൊല്യൂഷന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് 19.5:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഷോമിയുടെ ഡ്രാഗൺ ക്രിസ്റ്റൽ ഗ്ലാസ് 3 ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ പുറകിലായിട്ട് സെക്കൻഡറി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 2 ഡിസ്പ്ലേ ആണെങ്കിലും AMOLED ഡിസ്പ്ലേയിലാണ് വരുന്നത്. ഫോണിന്റെ പുറകിലത്തെ ഡിസ്പ്ലേന്റെ സൈസ് നോക്കുന്ന സമയത്ത് 2.9 ഇഞ്ച് സൈസ് ഡിസ്പ്ലേ ആണ് ഫോണിന്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുള്ളത്. OS പ്ലാറ്റ്ഫോം നോക്കുന്ന സമയത്ത് Android 16 ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് നോക്കുന്ന സമയത്ത് സെപ്പറേറ്റ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഇന്റേണൽ മെമ്മറി 512 GB 12 GB റാമിലും 512 GB 16 GB റാമിലും അതുപോലെ തന്നെ 1 TB 16 GB റാമിലും ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. മെയിൻ ക്യാമറന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 50 MB 3 ക്യാമറയാണ് പുറകിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും മറ്റൊന്ന് 50 മെഗാപിക്സലിന്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വിത്ത് 5x ഒപ്റ്റിക്കൽ സൂം ആണ് വരുന്നത്. മറ്റൊരു ക്യാമറ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് കളർ സ്പെക്ട്രം സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലേസർ ഓട്ടോ ഫോക്കസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്കന്റെ ലെൻസ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ LED ഡ്യുവൽ ടോൺ ഫ്ലാഷ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് 8K at 30 FPS നമുക്ക് 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയും. 4K വീഡിയോസ് 30, 60, 120 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. സെൽഫി ക്യാമറയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ 50 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ വീഡിയോ റെസൊല്യൂഷൻ നോക്കുന്ന സമയത്ത് 4K at 30, 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാറ്ററിയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ 7500 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർജിങ് 100 വാട്ടിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ 50 വാട്ടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും 22.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ കളർ വേരിയന്റുകൾ നോക്കുന്ന സമയത്ത് ബ്ലാക്ക്, വൈറ്റ്, പർപ്പിൾ, ഗ്രീൻ എന്നീ 4 കളറുകളിലായിട്ടാണ് ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഫോണിന്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രൈസ് ഏകദേശം 75,000 രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ 75,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വർത്താണോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും വർത്തായിട്ടുള്ള ഒരു ഫോണാണ്. പ്രത്യേകിച്ചും ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് പോലെ തന്നെ പുറകിലും നമുക്ക് ക്യാമറയുടെ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. സെൽഫി ഫോട്ടോസ് എടുക്കാനും മറ്റൊക്കെ കൂടുതൽ നമുക്കത് ഉപകാരപ്പെടും. മറ്റു ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് 12 GB 16 GB റാമിലാണ് ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗുഡ് പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാറ്ററിന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് 7500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7500 mAh ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 20 മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ യൂസ് ചെയ്താലും നമുക്ക് തീരാത്ത ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് ഷോമിയുടെ ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ള ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഷോമി 17 Pro Max.
അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ ഓഫ് യു.